ഹായ്, നമുക്കൊന്നൊരു പുതിയ ഐറ്റം പരിചയപ്പെടാം. ബ്രെഡ് ചില്ലിയാണ്. വളരെ ടേസ്റ്റും ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അതുണ്ടാക്കി നോക്കാം. നിങ്ങളും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രെഡ് ചില്ലി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അതിന് ഞാനിവിടെ ഒരു 4 ബ്രെഡ് പീസാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്, ചെറിയൊരു വെളുത്തുള്ളി ചെറിയ പീസാക്കി അരിഞ്ഞിട്ടുണ്ട്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടി, കുറച്ച് മല്ലിയില, ഒരു സവോളയില്ല പകുതി സവോള അരിഞ്ഞ് വെച്ചതാണ്. കാരണം ബ്രെഡ് കുറച്ചല്ലേ ഉള്ളൂ നമുക്ക്. ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇതിലേക്ക് എടുത്തിരിക്കുന്നത് തക്കാളി സോസ് ഉണ്ട്. ഈ സോസ് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമുക്ക് ഈ ബ്രെഡിനൊന്ന് ചൂടാക്കിയെടുക്കാം. ഞാൻ അധികം നോൺ സ്റ്റിക്കൊന്നും യൂസ് ചെയ്യാത്ത ആളാണ്, അതുകൊണ്ട് ചീനച്ചട്ടിയിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഞാനിവിടെ ഇതുമാതിരി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, ഇതിലേക്ക് നമ്മുടെ സവോള അരിഞ്ഞ് വെച്ചത്, നമ്മുടെ കാപ്സിക്കം, അധികം വഴക്കൊന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് പച്ചക്കുത്ത് മാറാനുള്ളൊരു ഇതുണ്ട്. എനിക്ക് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം ബ്രെഡ് എത്ര എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഈ അളവ് കൊണ്ട് ചേഞ്ച് വരുത്താം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ അതെല്ലാം പൊടിച്ച് വെച്ചതാണ്. മുളക് പൊടി നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി സോസ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ബ്രെഡ് ഇതിലേക്ക് ഇട്ടിട്ട് എളുപ്പമല്ലേ ഇപ്പോൾ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ചില്ലി റെഡി ആയിട്ടുണ്ട്. നല്ല മണവും ടേസ്റ്റും ഒക്കെ ഉണ്ട്. എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.